Hello dear friends, welcome to the Auto Vlog channel. കഴിഞ്ഞ ദിവസം നമ്മൾ ടോപ്പ് 10 സെയിൽസ് കാറുകളുടെ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ടോപ്പ് 10 ബ്രാൻഡ്സ് ഏതൊക്കെ കാറുകളുടെ ബ്രാൻഡ്സ് ആണ് ആദ്യം 1 തൊട്ട് 10 വരെ വന്നതെന്ന് നോക്കാം. അതിനകത്ത് 10ാമത്തെ വന്നിരിക്കുന്നത് നമ്മുടെ റെനോയുടെ കമ്പനിയാണ്. റെനോ നമുക്കറിയാം, ഇപ്പോൾ റീസെന്റ് ആയിട്ട് റെനോ ഡസ്റ്റർ ഒക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഡസ്റ്റർ കഴിഞ്ഞ മാസം 1250 സെയിൽ വന്നത്. പൊതുവെ റെനോ 10 വരാറില്ല, 10, 11, 12 ഒക്കെ ആയിട്ടാണ് വരാറ്. പക്ഷെ എന്തായാലും ഇത്തവണ റെനോ 4063 വാഹനങ്ങൾ കഴിഞ്ഞ ജൂണിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇയർ ഓൺ ഇയർ കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 2625, അപ്പൊ ഏകദേശം ഇരട്ടിയോളം വാഹനങ്ങളുടെ സെയില് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശതമാനം നോക്കുവാണെങ്കിൽ 54.8%. അപ്പൊ അതായത് ഈ ഒരു നമ്മളൊരു 10 ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ശതമാനത്തിൽ സെയിൽ കൂടിയ വണ്ടി നമ്മുടെ റെനോയാണ്. നമ്മുടെ 1% മാർക്കറ്റ് ഷെയർ ആണ്. അതായത് ഇപ്പൊ 100% ഒരു മാർക്കറ്റിൽ ഷെയർ വരുന്നെങ്കിൽ അതിനകത്ത് റിനോയുടേതായിട്ട് 1% ഷെയർ മാത്രമേ വന്നിട്ടുള്ളൂ. രണ്ടാമത്, അതായത് 9ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഹോണ്ട എന്ന കമ്പനിയാണ്. 5243 വാഹനങ്ങളാണ് കഴിഞ്ഞ ജൂണിൽ ചിലവായത്. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുവാണെങ്കിൽ 4618 വണ്ടികളാണ് വിറ്റത്. അതിലും നമുക്കൊരു ഇൻക്രിമെന്റ് 13.5% ഇൻക്രിമെന്റ് വന്നിട്ടുണ്ട്. ഹോണ്ടയുടെ എനിക്ക് തോന്നുന്നു അമേസ് ആണ് ഏറ്റവും കൂടുതൽ സെയിൽസിൽ വരുന്നത്. കാരണം അത് സാധാരണക്കാരുടെ വാഹനങ്ങളാണ്. കമ്പയർഡ് ടു എലിവേറ്റർ ഒക്കെ നോക്കുവാണെങ്കിലും കുറച്ചും കൂടെ പ്രൈസ് പോയിന്റിൽ താഴെ നിൽക്കുന്നത് അമേസ് ആണ്. അതുകൊണ്ട് സാധാരണ ആളുകൾക്ക് കൂടുതൽ അമേസ് ചൂസ് ചെയ്യാറുണ്ട്. പിന്നെ നല്ലൊരു CVT ട്രാൻസ്മിഷൻ അമേസിലുണ്ട് എന്നുള്ളത് വേറൊരു ഗുണമാണ്. അടുത്തത് 8ാമത്തെ സ്ഥാനം സ്കോഡയാണ്. സ്കോഡ 6220 വാഹനങ്ങളാണ് ഈ ജൂണിൽ വിറ്റത്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 5014 വാഹനങ്ങൾ. അപ്പൊ ഈ 24% വർധനവ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ 1.6% മാർക്കറ്റ് ഷെയർ വർധനവ് വന്നിട്ടുണ്ട്. 7ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ MG ആണ്. MG വിൻസർ EVയുടെ സെയിലാണ് MG ഈ ഒരു 7ാം സ്ഥാനത്തിലേക്ക് വരാൻ കാരണം. പണ്ടതില്ലായിരുന്ന സ്ഥാനത്ത് വിൻസർ MG ഒക്കെ ഏറ്റവും താഴേക്കാണ് വന്നിരുന്നത്. 7568 വാഹനങ്ങളുടെ സെയില് MG കഴിഞ്ഞ ജൂണിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 5829 വാഹനങ്ങളുടെ സെയിലാണ്. അതായത് 29.8% വർധന വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ 1.9% മാർക്കറ്റ് ഷെയർ ആണ് വന്നിരിക്കുന്നത്. അടുത്തത് 6ാമത്തെ സ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ കിയയാണ്. കിയ ഒരുപാട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. എപ്പോഴും 5-6 സ്ഥാനങ്ങളിൽ കിയയും ടൊയോട്ടയും മാറി മാറിയാണ് വരാറുള്ളത്. അപ്പൊ കിയ 24,552 വാഹനങ്ങളാണ് ഈ ജൂണിൽ വന്നത്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 20,625 വാഹനങ്ങളാണ്. 19% വർധനവ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഷെയർ കിയ നോക്കുകയാണെങ്കിൽ 6.3%. 5ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ടൊയോട്ടയാണ്. ടൊയോട്ട 28,441 വാഹനങ്ങളുടെ സെയിൽ ജൂണിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 26,453 വാഹനങ്ങൾ. 7.5% വർധനവ് ടൊയോട്ടയുടെ വന്നിട്ടുണ്ട്. ടൊയോട്ട എപ്പോഴും സ്റ്റഡി ആയിട്ടാണ് പോകുന്നത്. ഓരോ മാസങ്ങളും 7.3% മാർക്കറ്റ് ഷെയർ വന്നിട്ടുണ്ട്. 4ാം സ്ഥാനം ഹ്യുണ്ടായി ആണ്. കഴിഞ്ഞ ജൂൺ മാസം 39,635 വാഹനങ്ങളാണ് ഹ്യുണ്ടായുടേതായിട്ട് വിറ്റുപോയത്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 44,024 വാഹനങ്ങൾ. എന്നാലും ഒരു 5000-അടുത്തുള്ള വാഹനങ്ങളുടെ കുറവ് ഇവിടെ കഴിഞ്ഞ വർഷമായിട്ട് നോക്കുമ്പോൾ വന്നു. ഈ ഒരു ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു 10% കുറവ് സെയിൽ രേഖപ്പെടുത്തിയ ഹ്യുണ്ടായുടെയാണ്. മാർക്കറ്റ് ഷെയർ 10% മാത്രമേ ഉള്ളൂ ഹ്യുണ്ടായുടെ. കാരണം അവർ പറഞ്ഞത് ചെന്നൈയിൽ ഉണ്ടായിട്ടുള്ള മാനുഫാക്ചറിങ് പ്ലാന്റിൽ തീപിടുത്തം കൊണ്ട് കുറെ ക്രെറ്റയുടെ സാധനങ്ങൾ കത്തിപ്പോയി. അതുകൊണ്ടാണ് ക്രെറ്റയുടെ സെയിലും കുറഞ്ഞത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ 4ാമത്തെ സ്ഥാനം ഹ്യുണ്ടായി ആണ്. ഇനി 3ാമത്തെ സ്ഥാനം മഹേന്ദ്രയാണ്. 60,393 വാഹനങ്ങളാണ് മഹേന്ദ്രയുടേതായിട്ട് കഴിഞ്ഞ ജൂണിൽ വിറ്റുപോയത്. കഴിഞ്ഞ വർഷം ജൂണിൽ നോക്കുകയാണെങ്കിൽ 41,108, ഏകദേശം 20,000 വാഹനങ്ങളുടെ വർധനവ് വന്നു. 46.9% വർധനവാണ് വന്നത്. അതുപോലെ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ 15.4%. മഹേന്ദ്രയും ടാറ്റയും ഒക്കെ ഏകദേശം ഒരു 0.1% മാത്രമേ മാർക്കറ്റ് ഷെയർ വന്നിട്ടുള്ളൂ. മഹേന്ദ്രയും ടാറ്റയും 2-3 സ്ഥാനങ്ങളിലായിട്ട് പല പല മാസങ്ങളിൽ നമുക്ക് കാണാം. ടാറ്റയുടെ 2ാം സ്ഥാനത്ത് 62,076 വാഹനങ്ങൾ. കഴിഞ്ഞ വർഷം ഇതേ സമയം നോക്കുകയാണെങ്കിൽ 37,000 വാഹനങ്ങളുള്ള ഏകദേശം ഇരട്ടിയോട് അടുത്തെന്ന് പറയാം. ഇരട്ടിയില്ല, ഇങ്ങനെ 25,000 വാഹനങ്ങളുടെ വ്യത്യാസം വന്നു.
ഏറ്റവും കൂടുതൽ ഈ ഒരു റിപ്പോർട്ടിൽ സെയിൽ രേഖപ്പെടുത്തിയ ടാറ്റയാണ്. എനിക്ക് തോന്നുന്നത് അതിന്റെ മെയിൻ കാരണം പഞ്ചിന്റെയും ടാറ്റയുടെയും ഇത്രയധികം സെയിലാണ്. പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ വണ്ടികൾ, അതുപോലെ സിയറയുടെയും സെയിൽ നന്നായിട്ട് വരുന്നുണ്ട്. കമ്പയർഡ് ടു ഇപ്പോൾ ഡസ്റ്ററൊക്കെ നോക്കുകയാണെങ്കിൽ സിയറയുടെ സെയിൽ നന്നായിട്ട് കൂടുതലാണ്. 15.8% മാർക്കറ്റ് ഷെയർ. ടാറ്റ ഇപ്പൊ 2-3 മാസങ്ങളായിട്ട് ഇന്ത്യൻ കമ്പനി 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 1ാം സ്ഥാനം എപ്പോഴത്തെയും പോലെ മാരുതി സുസുക്കിയാണ്, 1,47,187. അപ്പൊ കഴിഞ്ഞ മാസം നോക്കുകയാണെങ്കിൽ 1,90,000 വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 40,000 വാഹനങ്ങളുടെ കുറവ് വന്നു. പക്ഷെ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 1,18,000 മാത്രമാണ് കഴിഞ്ഞ വർഷം സെയിൽ നടന്ന ജൂണിൽ. 37.6% മാർക്കറ്റ് ഷെയറോട് കൂടി ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ എല്ലാ കാലവും വരുന്ന പോലെ കഴിഞ്ഞ മാസവും മാരുതിയുടെ ആയിട്ട് വന്നു. അപ്പൊ നമ്മുടെ ഈ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.